Now we move on to our official function. First of all, let me welcome our Department Director, Professor M. Vijay Kumar, on stage. Sir, please. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജീവൻ ജോർജ്, ഇന്നത്തെ മുഖ്യ അതിഥിയായ ശ്രീ ജോണി ആന്റണി, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ജോസഫ് ഹുമർ, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയ ഫാദർ സോബി കണ്ണാലി, ഇന്ന് ഈ അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖനായ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ വാഴൂർ സോമൻ, അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആറാമത് കിഫ അത് ആക്ച്വലൈസ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ
പണിപ്പെട്ടിട്ടുള്ളത് MCMS സ്റ്റുഡൻസാണ്. അവിടെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് ഹരികൃഷ്ണൻ സിയാർ, മെഡിയോസ് ടോക്കീസ് ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടെയാണ് ഹരി. ചെയർമാൻ ലിയോ ജോൺസൺ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു വ്യക്തി കൂടെയുണ്ട്. നമ്മുടെ ശ്രീദേവി ശ്രീനിവാസൻ. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ഈ കിഫിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി അതിൻ്റെ കൺവീനർ സ്ഥാനം നയിക്കുന്ന ശ്രീ ആൻസൺ തോമസ്. നമ്മുടെ കിഫിൻ്റെ ആദ്യ സംരംഭം മുതൽ ഇന്ന് വരെ താങ്ങും തണലുമായിരിക്കുന്ന ആളാണ് പിന്നെ ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വൈസ് പ്രിൻസിപ്പൽമാരിവിടെയുണ്ട്, വളരെ ആദരണീയരായിട്ടുള്ള പ്രൊഫസർമാരുണ്ട്, എൻ്റെ സഹപ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേക അതിഥിയായിട്ട് എടുത്തിട്ടുള്ള മനോരമയുടെ മുൻ ലേഖകനും രംഗത്ത് ഉറച്ചു നയിക്കുന്ന കുര്യൻ സാറുമുണ്ട്. അദ്ദേഹത്തിനും ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഡെലിഗേറ്റ്സ്, സഹപ്രവർത്തകർ. 6ാമത് കിഫ ഇവിടെ നിന്ന് അരങ്ങേറുന്ന സമയത്ത് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം 5 കിഫിൽ നിന്നും വാസ്തവത്തിൽ ഒരു എടുത്തുചാട്ടമാണ് നമ്മൾ 6ാമത്തെ കിഫിലേക്ക് വരുമ്പോൾ. എല്ലാ കിഫിനും ഒരു വിഷയമുണ്ടായിരുന്നു, പ്രമേയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കിഫിനും ഒരു പ്രമേയമുണ്ട്. യുദ്ധവും അതിൻ്റെ കെടുതികളും മാനവരാശി എങ്ങനെ ബാധിക്കുന്നു എന്ന് വിളിച്ചോതുന്ന 16 ചിത്രങ്ങൾ. അതുകൂടാതെ ഒരു ചിത്രം KG ജോർജിന് ഹോമേജ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചിത്രം കൂടി ഉൾപ്പെടുത്തി 17 ചിത്രങ്ങളാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ കാണിക്കുന്നത്. ഇന്നലെ ഈ ഫെസ്റ്റിവൽ തുടക്കം കുറിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറുണ്ട്, ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ നിന്നുള്ള 22 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു നീളൻ പ്രസംഗം, ലോക സമാധാനത്തിന് വേണ്ടി ഉള്ള ഒരു സന്ദേശം, അത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പടം ഇന്നലെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ദ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞ മക്ബൽ ബാഫിൻ്റെ ഒരു പടം കൂടെയാണ് ഇന്നലെ ആരംഭിച്ചത്. ഇപ്പോൾ യുദ്ധത്തിനെതിരായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ മനസാക്ഷി ഉയർത്തുക, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് നമ്മൾ കിഫ് 6ാമത്തെ കിഫിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. കാരണം ഇച്ചിരി താമസിച്ചതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യവും ഈ കൂട്ടത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എപ്പോഴും ഒരു ഗൈഡിങ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ കോളേജിൽ നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും ബഹുമാന്യനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജീമൻ ജോർജാണ്. നല്ല കാര്യങ്ങളെ പ്രശംസിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഏത് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നാലും വളരെ കർശനമായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഗൈഡിങ് ലൈറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും, കിഫിൻ്റെ പേരിൽ, MCMS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ, മെഡിയോസ് ടോക്കീസിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മുടെ മുഖ്യ അതിഥി നിങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളാണ്. അദ്ദേഹം ഈ ബോയ് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ അടുത്ത പിന്നെ വീട്ടിൽ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നർമ്മത്തിൽ ചാലിച്ച അനേകം പടങ്ങൾ നമുക്ക് സമ്മാനിച്ചയാളാണ്. തോപ്പിൽ ജോപ്പൻ, ഭയ്യ ഭയ്യ, താപ്പാന, മാസ്റ്റേഴ്സ്, ഈ പഠനത്തിൽ ഭൂതം, സൈക്കിൾ, ഇൻസ്പെക്ടർ ഗരുൾ, തുറുപ്പ് കുലാൻ, കൊച്ചി രാജാവ്, CID മൂസ. ഈ പടങ്ങൾ കാണാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാ പടങ്ങളും തന്നെ, അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും തന്നെ വളരെ ആസ്വാദികരമായിട്ടുള്ള പടങ്ങളാണ്. ഈ പടങ്ങളെല്ലാം നിർമ്മിച്ചതിന് ശേഷമാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത്. ഇത്രമാത്രം അഭിനയ തികവുള്ള ഒരു നടൻ നമുക്ക് മലയാള സിനിമയിൽ ചില ആളുകളെ പകരം വെക്കാൻ പറ്റത്തില്ല. ഇന്നസെൻറ്റ് പകരം വെക്കാൻ പറ്റത്തില്ല. എൻ്റെ തന്നെ സഹപാഠിയായ ജഗതി ശ്രീകുമാർ പകരം വെക്കാനില്ല. അതുപോലെ പകരം വെക്കാനില്ലാത്ത ഒരു മഹാനടനായിട്ട് ജോണി ആൻ്റണി ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തെ കിഫ് 6ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ കിട്ടിയത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന് സമ്മതിച്ചതിന് അദ്ദേഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ശ്രീ ജോണി ആൻ്റണിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. പൊങ്ങന്താനത്തച്ഛൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഈ ക്യാമ്പസിനെ ഇത്രമാത്രം മോടി പിടിപ്പിക്കാൻ ഓടി നടക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരുപക്ഷെ ഇവിടെ ഓടി നടന്നിട്ടാകണം. അത്രമാത്രം പരിശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ഈ കെട്ടിടത്തിൻ്റെ ശില്പി എന്ന് പറയാം. അത്ര വലിയ ഒരു മഹാനായിട്ടുള്ള എൻജിനീയർ എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ വെച്ചാൽ അതെനിക്കറിയത്തില്ല. അതിനൊരു എൻജിനീയറിംഗ് സെൻസ് ഉണ്ട്. ആ എൻജിനീയറിംഗ് സെൻസാണ് നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ മോടി പിടിപ്പിക്കുന്നതിന്, ഈ തരത്തിൽ വലിയൊരു ക്യാമ്പസായി ഉയർത്തുന്നതിനും ഇടായിത്തീർന്നത്. അക്കാഡമിയുടെ കോട്ടയത്തെ പ്രതിനിധിയാണ് അദ്ദേഹം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ആളാണ് ശ്രീ ഷാജി അമ്പാട്ട്. അദ്ദേഹത്തെ കീഫിൻ്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 സ്റ്റുഡൻറ് കൺവീനർമാരും ഒരു സ്റ്റാഫ് കൺവീനറും, ഈ 4 പേരാണ് ഈ വലിയ ഒരു സമ്മേളനം ആക്ച്വലൈസ് ചെയ്തിട്ടുള്ള സാർത്ഥകമാക്കിയിട്ടുള്ള ആളുകൾ. ഹരികൃഷ്ണൻ CR മീഡിയ സ്റ്റോക്കീസിൻ്റെ പ്രസിഡന്റ് കൂടെയാണ്. ശ്രീ ഹരികൃഷ്ണനെ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും, സ്നേഹത്തോടെ. അതിന് മുമ്പ് തന്നെ ക്ഷമാപണത്തോടെ ഞാൻ ആദ്യം വിട്ടുപോയതാണ്. നമ്മുടെ എല്ലാവരുടെയും പീരുമേട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഏറ്റവും പ്രിയങ്കരനായ എന്നത് മാത്രമല്ല, ഈ കോളേജിന് വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ വാഴൂർ സോമൻ. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളയാളും AITUCയുടെ നേതാവും ആയിട്ടുള്ള ശ്രീ വാഴൂർ സോമൻ ഈ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളാണ്. നമ്മളിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഈ കോളേജിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ശ്രീ വാഴൂർ സോമനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, കിഫിൻ്റെ പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. ശ്രീദേവി ശ്രീനിവാസൻ നമ്മുടെ കൺവീനർമാരിൽ ഒരാളാണ്. അതിവിടെ കാണുന്നില്ല. ശ്രീദേവി ശ്രീനിവാസനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പിന്നെ ഒന്ന് നമ്മളുടെ നേതാവാണ് ലിയോ ജോൺസൺ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു മുത്താണ്. അദ്ദേഹം ആണ് ഈ കോളേജിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ്റെ ചെയർമാൻ. ശ്രീ ലിയോ ജോൺസനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ 3 പേർക്കും നേതൃത്വം നൽകി ഇത് സാധ്യമാക്കി തീർത്ത മറ്റൊരാൾ ശ്രീ ആൻസൺ തോമസ് ചിന്താർമണിയിൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. ഷോർട്ട് ഫിലിംസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ള ആളാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ശ്രീ ആൻസൺ തോമസ് ചിന്താർമണിയെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അവസാനമാണ് ഞങ്ങളുടെ വലിയൊരു മുത്തായ സോബി തോമസ് കനാലിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ഭാഗമാണ് അദ്ദേഹം. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നട്ടലാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും പോകാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം ഈ ക്യാമ്പസിൽ. ഈ ക്യാമ്പസിൽ ഏത് ഭാഗത്ത് പോയിരുന്നാലും ഒരു സോബി അച്ഛൻ സ്പർശം നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ഈ ക്യാമ്പസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും യുവ സാന്നിധ്യമായ ശ്രീ സോബി അച്ഛനെ
ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിൽ പ്രധാന പങ്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഗൗതം കൃഷ്ണ. നമ്മുടെ ഈ ക്യാമ്പസിലെ യുവാക്കളുടെ എല്ലാം ഒരു ഹരമാണ് ഗൗതം കൃഷ്ണ. നമ്മുടെ ഫിലിം ക്ലബിൻ്റെ മരിയൻ കോളേജ് ഫിലിം ക്ലബിൻ്റെ സാരഥിയാണ്. ഗൗതം കൃഷ്ണയെ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. ഇനി സ്വാഗതം ചെയ്യേണ്ടത് വളരെ ദൂരപ്രദേശത്ത് നിന്നും ചെന്നൈയിൽ നിന്ന് വരെ ഡെലിഗേറ്റ്സ് നമ്മുടെ 6ാമത് കിഫ് പതിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ അധ്യാപകൻ നേരത്തെ നമ്മുടെ അധ്യാപകനായിരുന്ന ഈപ്പൻ അലക്സാണ്ടറാണ്. അദ്ദേഹം ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെയും കൊണ്ട് അവിടുത്തെ BA പ്രോഗ്രാമിലും MA പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ ഫെസ്റ്റിവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഡെലിഗേറ്റ്സിനും നമ്മുടെ വയനാട്ടിൽ നിന്ന് ഒരു കോളേജിലെ കുട്ടികൾ എത്തിയിട്ടുണ്ട്, 6 പേര് എത്തിയിട്ടുണ്ട്. എല്ലാ ഡെലിഗേറ്റ്സിനും വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് സ്വാഗതം ചെയ്യുന്നത് എൻ്റെ തന്നെ സ്വന്തം കുട്ടികൾ MCMSലെ വിദ്യാർത്ഥികളാണ്. അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഈ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾ, പിന്നെ അതുപോലെ അധ്യാപകർ, അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ, അതിൽ പ്രത്യേകിച്ചും എൻ്റെ മുമ്പിലിരിക്കുന്ന രാധാകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ ഒരു കരുണാലയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവിടെ നിർത്തിയിട്ടുള്ള 2 ബഹുമാനരായ 2 സിസ്റ്റേഴ്സ്, ഇവരുടെ എല്ലാം ഇനി ആരെങ്കിലും ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കുക. എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you so much for your words, sir. Thank you. A great leader and excellent academician, Professor Dr. Ajmal George, our dear principal, is the guiding light of our college with his vast experience in teaching and research. It's my pleasure to invite you, sir. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ ശ്രീ ജോണി ആന്റണി, പീരുമേടിൻ്റെ MLA വാഴൂർ സോമൻ സാർ, ശ്രീ ഷാജി അമ്പാട്ട്, കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ജോസഫ് അച്ച, പ്രൊഫസർ വിജയകുമാർ സാർ, MCMSലെ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ സഹപ്രവർത്തകരെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 6ാമത് കുട്ടിക്കാനം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കലിംഗ 2023 എന്ന പേരിൽ MA കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസിലെ കുട്ടികൾ 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നടത്തുകയാണ്. ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി കുറേയേറെ നാളുകളായി മീഡിയ സ്റ്റഡീസിലെ കമ്മ്യൂണിക്കേഷനിലെ മീഡിയ സ്റ്റഡീസിലെ അധ്യാപകരും കുട്ടികളും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ഏറെ ശ്രദ്ധേയമായത് സ്വാഗത പ്രസംഗത്തിൽ വിജയകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിലെ തെരഞ്ഞെടുത്ത ആ പ്രമേയം, യുദ്ധവും അതിൻ്റെ കെടുതികളും, ആ പ്രമേയത്തെ ആധാരമാക്കി വിവിധ ചലച്ചിത്രങ്ങൾ ഈ ദിവസങ്ങളിൽ എല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അനുഭവമാണ്. ചെറിയ തോതിലെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രായോഗിക തലത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴും അത് വിജയത്തിൽ എത്തിക്കുമ്പോഴുമാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അതിൻ്റെ പൂർണ്ണതയിലെത്താനായിട്ട് സാധിക്കുക. ഈ അവസരത്തിൽ എല്ലാവരെയും, ഇതിനുവേണ്ടി ഒരുങ്ങിയ എല്ലാവരെയും, എല്ലാ അധ്യാപകരെയും, മീഡിയ സ്റ്റഡീസിലെ എല്ലാ അധ്യാപകരെയും, എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ കോളേജുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന കുട്ടികൾക്ക്, മരിയൻ കോളേജിലേക്ക്
ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോണി ആന്റണി സാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും മരിയൻ കോളേജിൻ്റെ പേരിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏതൊരു പരിപാടിക്ക് വേണ്ടിയും സമയം കണ്ടെത്തി നമ്മുടെ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന വാഴൂർ സോമൻ സാറിൻ്റെ എല്ലാ സഹകരണവും ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ കുട്ടിക്കാലം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മനോഹരമായി അതിൻ്റെ പൂർണ്ണതയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. Extending my sincere gratitude for your words, sir. Thank you. Now we move on to our inaugural ceremony. We are about to commence our event by lighting the lamp of knowledge and wisdom. This is a symbolic moment that signifies the dispelling of darkness and igniting of thought. It's our honor to invite our chief guest Johnny Anthony sir and other dignitaries on the stage to do the honor. Sincere gratitude to the esteemed guests for leading this graceful meeting. Thank you all. Now, I would like to welcome our respected chief guest, Johnny Anthony sir, the man who infused humor into the movie both as director and actor. He is one of the most loved film personality in Kerala. We are so happy to invite you to our KIF. Sir, welcome, and the stage is yours. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ അജ്മോൻ ജോർജ് സാർ, ഈ നാടിൻ്റെ പ്രിയപ്പെട്ട MLA സോമൻ സാർ, പ്രിയപ്പെട്ട പൊങ്ങന്താനം വച്ച എന്നെ വിളിച്ചുകൊണ്ടിരുന്ന വേറെ വെച്ച, പിന്നെ ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിച്ച് വലിയൊരു ആത്മവിശ്വാസം പകർന്നു തന്ന പ്രിയപ്പെട്ട വിജയകുമാർ സാർ, മറ്റ് അധ്യാപകരെ അനധ്യാപകരെ, ഈ കോളേജിലെ സിനിമയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഈ പരിപാടിക്ക് വരാൻ കാരണം ഞാൻ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത്, മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന എന്നെ സിനിമാ മേഖലയിൽ എത്തിച്ച പ്രിയപ്പെട്ട ജോക്കൂട്ടൻ്റെ സിസ്റ്റർ കൂടിയായ ജസമ ചേച്ചിയുടെ വിളിച്ചതുകൊണ്ടാണ്
എനിക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിലെനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ജിസ ചേച്ചി വിളിച്ചപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ജീവിതത്തിൽ ജസ ചേച്ചി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതും ആവുമല്ലോ. അപ്പം ആ ഒരു സന്തോഷം അതുകൊണ്ട് തീർന്നു കിട്ടും. അങ്ങനെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കാരണം എനിക്കിതുവരെ ഒരു മിനിസ്റ്ററുള്ള വേദിയിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ഒന്നെങ്കിൽ ഇവർ ഇവരുടെ പ്രസംഗം കഴിഞ്ഞ് ദുർഗുണ്ട് പോകട്ടോ എന്നൊരു പോക്ക് പോകും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് ഒരു ഫംഗ്ഷന് ഞാൻ തുറമുഖ മിനിസ്റ്റർ അഹമ്മദ് സാറിനോട് സാറെ എൻ്റെ പ്രസംഗം കഴിയാതെ പോകരുത്. അങ്ങനെ സാറിനെ നിർബന്ധിച്ച് ഞാൻ എൻ്റെ പ്രസംഗം കേൾപ്പിച്ചിട്ടാണ് സാറിനെ വിട്ടത്. എന്തായാലും ഞാൻ ഇവിടെ എന്തായാലും പ്രിയപ്പെട്ട റോഷി ഹസൻ സാർ വരാതിരുന്നതിൻ്റെ കോട്ടം നമ്മുടെ പ്രിയപ്പെട്ട MLA പരിഹരിച്ചോളും. അതുപോലെ എൻ്റെ ആഗ്രഹവും അദ്ദേഹം പരിഹരിച്ചതായിട്ട് ഞാൻ കൂട്ടുന്നു. ഈ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് എന്നോട് അച്ഛൻ പറഞ്ഞു, സാറേ ചെറിയ ഫെസ്റ്റിവലാണ് കേട്ടോ ഇത് എന്നോ. അപ്പം ഇത് പറയുന്നതായിട്ടാണ് തോന്നുന്നു ഞാൻ കണ്ട് വലിയ ഫെസ്റ്റിവലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ സിനിമയും തിയേറ്ററിൽ കണ്ടും കാസറ്റിട്ട് കണ്ടും ചാനലിൽ കണ്ടും OTTയിൽ കണ്ടും ഒക്കെയാണ്. കുഞ്ഞുനാൾ പോലെ തിയേറ്റർ തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഒരു സിനിമ കാണാനുള്ള ആശ്രയ കേന്ദ്രം. അങ്ങനെയാണ് ഞാൻ കൂടുതൽ സിനിമകൾ കണ്ടത്. പിന്നെ ഈ IFFK ഒക്കെ നടക്കുന്ന സമയത്ത് എന്തോ എനിക്കൊരു അപകർഷത പോലെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ബുദ്ധിയുള്ള ആളുകൾ, വലിയ വലിയ സിനിമകൾ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ CD മൂസയും കൊച്ചിരാജാവും ഒക്കെ ചെയ്ത് ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നൊരു അപകർഷതാ ബോധം കാരണം ഞാൻ ആ ഏരിയയിലോട്ട് പോവുകയില്ല. ഏതാ ഫെസ്റ്റിവലൊക്കെ കൂടാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചാലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇവിടെ ഒരു 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 അപകർഷത പോലെ ആത്മനിന്ദയെന്ന് വേണം പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് CD മൂസയെ കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. CD മൂസ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിത്രമാണ്. അപ്പം അതിനുശേഷം ഞാൻ ഈ ഫെസ്റ്റിവലിൻ്റെ കാര്യം പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് വന്നിട്ടില്ല കുഴപ്പം, അടൂർ ഗോപാലകൃഷ്ണൻ സാർ നിങ്ങളുടെ സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ, പിന്നെ ഫെസ്റ്റിവലും കൂടാ. അപ്പം ഞാൻ പറയാം അങ്ങനെ വരും, ഞാൻ വരാം എന്ന് പറയും ഒഴിഞ്ഞു മാറാനാണ് പറയും. ഈ ലവ് എന്നൊക്കെ പറഞ്ഞ പടം ഞാൻ അഭിനയിച്ച സിനിമ കഴിഞ്ഞ 9 വർഷം IFFKയിലുണ്ടായിരുന്നു. ഇനി എന്തായാലും ഫെസ്റ്റിവലിനൊക്കെ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഗോവൽ ഫിലിം ഫെസ്റ്റിവലിനും അങ്ങനെയുള്ള ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഈ വളരെ ഒരുപാട് ഭാഗ്യമുള്ള ഒരു തലമുറയാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്നത്. കാരണം എൻ്റെയൊക്കെ കാലത്ത് തിയേറ്റർ അല്ലാതെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനില്ല സിനിമ കാണുന്നത്. അത് നമുക്കിഷ്ടമുള്ള സിനിമകളായിരിക്കും. വരുന്ന സിനിമകൾ മുഴുവൻ കാണുക എന്നുള്ളത്, അല്ലാതെ അതിനകത്തൊന്നുമില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാനുള്ള ഒരു സാഹചര്യം ഇന്ന് ടെക്നോളജി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ധാരാളം ആളുകൾ, എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം പോലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള, ഇപ്പോൾ ഉടനെപ്പുരാനും മാതാപിതാക്കളും അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും അധികം ലോകത്ത് സ്നേഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഈ ആദ്യത്തെ സിനിമ ഇപ്പോൾ എനിക്ക് 52 വയസ്സായി. ആദ്യ സിനിമ എന്നാണ് കണ്ടതെന്നോ എന്നാണ് അമ്മച്ചി കൊണ്ട് കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. 2-2.5 വയസ്സായിരിക്കാം. പക്ഷേ കുട്ടിക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ കണ്ട സിനിമകൾ വരെ ഒരു നേരിയ ഓർമ്മകൾ എന്നിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ സിനിമ കണ്ട് കൊതിച്ച് ആഗ്രഹിച്ച് നിൽക്കുന്ന എനിക്ക് ഒരിക്കലും ഈ മേഖലയിൽ എത്തണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് നമ്മൾ സന്ധ്യപ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പം വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ മരിക്കാവുള്ളതായി. 2, എനിക്ക് ജയൻ എന്ന് പറഞ്ഞ ജീവനായി. ജയനെ പോലെ എന്നെ ഒരു വലിയ നടനാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രാർത്ഥന ആദ്യം പുഷ്പിക്കുന്ന ആദ്യം മുഴുവൻ പറയാൻ മാതാപിതാക്കൾ മരിച്ചുപോയി. പക്ഷേ രണ്ടാമത്തെ എൻ്റെ പ്രാർത്ഥന വളരെ ഇതായി പഠനം കേട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദ്യകാലങ്ങളിൽ ഒരുപാട് ജയന്മാരെ സംവിധാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. മമ്മൂക്ക, ദിലീപ്, പൃഥ്വിരാജ്, ബിജു മേനോൻ, ചാക്കോച്ചൻ, അങ്ങനെ ഒരുപാട് ആളുകളെ വെച്ച് എനിക്ക് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരു കൃത്യസമയത്ത് തന്നെ ഞാൻ പോലും അറിയാതെ വേറൊരു അടുത്ത ട്രാൻസിഷൻ അഭിനയത്തിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, എന്ത് അവസരം നമുക്കുണ്ടെങ്കിലും എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നന്നായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. നന്നായി ആഗ്രഹിക്കുക, നന്നായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടായി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗിക്കണം. അവസരങ്ങൾ കളഞ്ഞു കുളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആകാം എന്നല്ലെങ്കിൽ കളയാമെന്ന് വിചാരിച്ചാൽ
നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരാൾ ഒരു അവസരം കളഞ്ഞു വെച്ചാൽ എന്ത് അവസരം കിട്ടുക അത് ഉപയോഗിച്ചില്ല. ചിലപ്പോൾ അത് നിർഭാഗ്യക്കേടുണ്ടാകും, അത് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ അധ്വാനക്കുറവുകൊണ്ട്, നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒന്നും നഷ്ടപ്പെടുത്താണ്ടി വരരുത്. ഞാൻ 10 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. 10 സിനിമയും എനിക്ക് ചെയ്യേണ്ടായിരുന്നു തോന്നിയ സിനിമകൾ ഈ കൂടുതലുണ്ട്. പക്ഷേ എൻ്റെ ഒരു അശ്രദ്ധ ഞാൻ അതിനും പറ്റില്ല. കാരണം രാവും പകലും ഇല്ലാതെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അത് ഇത്ര നല്ലതോ ചെയ്ത് എൻ്റെ കഴിവിന് പരമാവധി തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഓടിക്കാൻ, ആളുകളിൽ എത്തിക്കാൻ. ഇന്നത്തെ പോലെ അധികം 7 വർഷമായിരിക്കും സിനിമ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെയാണ് ആളുകൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനിത് പറയുന്ന ഒരു ഉപദേശം എന്നത്, കാരണം ഇവിടെ നിന്നൊക്കെ ഒരുപാട് സംവിധായകരുണ്ടാവണം, ഒരുപാട് എഴുത്തുകാരുണ്ടാവണം, ഒരുപാട് മറ്റു മേഖലയിലുള്ളവരുണ്ടാകണം, നടിനന്മാരുണ്ടാകണം. അതൊക്കെയാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ പരിണത ഫലം, എന്താണ് ആർട്ട് ഡയറക്ടർ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോളേജിൽ നിന്ന്, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചവരായിരുന്നു ഇന്ന സംവിധായകൻ, ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ആളാണ് ഇന്ന എഡിറ്റർ, ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ആളാണ് ഇന്ന ഫോട്ടോഗ്രാഫർ എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആളുകൾ ഇവിടെ നിന്നും ഉണ്ടാവണം. അതിന് ഈ മേള കാരണമാകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്കാനം ഫിലിം ഫെസ്റ്റിവലിന് അർത്ഥമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടൊരു ഇൻട്രാക്ഷൻ പരിപാടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ല, ഇൻട്രാക്ഷൻ ഇത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ CD മൂസ 2 ചോദിക്കും. ഞാൻ ഇല്ലാത്തൊരു സമയം പറയും. അത് കേൾക്കും. എന്നാലും കുറച്ചുകൂടെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ഒരു അരമണിക്കൂറോട് അവസാനിപ്പിക്കുന്ന ഇൻട്രാക്ഷൻ സമയത്തേക്ക് കൂടുതൽ തീർച്ചയായിട്ടും നമുക്ക് സംവാദിക്കാം. പിന്നെ എന്നെ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിനെ വിളിച്ചതിൽ ഞാൻ അങ്ങേയറ്റം എല്ലാവരോടും നന്ദി പറയുന്നു. ഇത് തോൽവി എറിച്ചെന്നതിൻ്റെ ഒരു പടം ഓടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓടുന്നുണ്ട്, നല്ല സിനിമയാണ്. അത് നമ്മുടെ ജോർജ് കോരയുടെ നമ്മുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന സിനിമ എഴുതിയ ജോർജ് കോരയുടെ സിനിമയാണ്. അത് ശരത്ദിനൊക്കെ നല്ല രസമുള്ള സിനിമയാണ്. മറ്റൊരു നിങ്ങൾ സമീപത്ത് തിയേറ്ററുകളിലുണ്ടെങ്കിൽ ഒന്ന് കാണണം എല്ലാവരും. അതുപോലെ തന്നെ 24-ാം തീയതി മാർത്താണ്ഡൻ, ഞാൻ അഭിനയിച്ച മാർത്താണ്ഡൻ്റെ മഹാറാണി എന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോയും പിന്നെ നമ്മുടെ റോഷൻ മാത്യു അഭിനയിച്ച മഹാറാണി എന്ന് പറഞ്ഞ സിനിമ നല്ല രസമുള്ള സിനിമയാണ്. അപ്പോൾ തീർച്ചയായും ഈ സിനിമയുടെ കഥകൾ കാണുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദിലീപിൻ്റെ, ഞാൻ ആ സിനിമയിലില്ല, ബാന്ദ്രയും അടുത്ത മറ്റന്നാൾ ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുക. ഇത് ഞാൻ ഒരു ജോലി തന്നിട്ട് പോകല്ല, എന്നാലും ശ്രമിക്കുക. ഫെസ്റ്റിവലിൻ്റെ ഇടയിലാണെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക. എന്തായാലും എന്നെ ഇതുപോലൊരു പ്രോഗ്രാമിന് വിളിച്ചത് എനിക്ക് നിങ്ങൾ തരുന്ന ഒരു ആദരവായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം ഒരു ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I'm extending my sincere gratitude for your encouraging words, sir. Thank you. For the first time in the history of KIF, we are bringing out a handbook which gives insight into the philosophy of war and its effects. It is a joint effort of subject experts in cinema, teachers and students in our department, and edited by Professor M. Vijaykumar. Now, I invite our dear MLA Sri Varur Soman to release the book by handing over a copy to our respected dear Principal Professor Dr. Ajimon George. With great pleasure, I would like to invite Sri Varur Soman, the Member of Legislative Assembly from Pyramid, for the felicitation. കുട്ടിക്കാനം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പരിപാടി അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, പ്രിൻസിപ്പൽ മരിയൻ കോളേജ്, നമ്മുടെ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിച്ച
പ്രിയപ്പെട്ട പ്രൊഫസർ എം വിജയകുമാർ, ഡയറക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഇവിടെ ഓൺലൈനായി ഇനാഗുറൽ സ്പീച്ച് നടത്തിയ നമ്മുടെ ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, അതേപോലെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സംവിധായകൻ, അതേപോലെ തന്നെ അഭിനേതാവ് എന്നീ നിലകളിൽ ശോഭിക്കുന്ന ശ്രീ ജോണി ആൻ്റണി, നമ്മുടെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ മെസ്സേജ് നൽകുന്ന റവറൻഡ് ഫാദർ ജോസഫ് പൊങ്ങന്താനം, അതേപോലെ തന്നെ അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ഷാജി അമ്പാട്ട്, ചലച്ചിത്ര അക്കാദമി കോട്ടയം റീജിയണൽ കോർഡിനേറ്റർ, അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്ന ഹരികൃഷ്ണൻ സിയാർ, സ്റ്റുഡൻറ് കോർഡിനേറ്റർ, അതേപോലെ ശ്രീ ലിയോ ജെ ജോൺസൺ, ചെയർപേഴ്സൺ മരിയൻ കോളേജ് കുട്ടിക്കാനം ഓട്ടോണമസ്, ഗൗതം കൃഷ്ണ, പ്രസിഡന്റ് ഫിലിം ക്ലബ് മരിയൻ കോളേജ് കുട്ടിക്കാനം, നന്ദി പ്രകാശിപ്പിക്കുന്ന ഫാദർ സോബി തോമസ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപക, അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്താണ് സംസാരിക്കേണ്ടത് എന്ന ഒരു ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ. പണ്ടൊക്കെ സിനിമ കാണാൻ പോയി എന്ന് സ്കൂളിൽ പറഞ്ഞാൽ 2 അടി ഉറപ്പായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്രായം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താണ് എന്ന് കാണണമെന്നുള്ള ഒരു ജിജ്ഞാസ വല്ലാതെ എന്നെ അലട്ടിയ സന്ദർഭത്തിലാണ് ഒരു പ്രാവശ്യം വാഴൂരിൽ നിന്ന് പീരുമേട്ടിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ ഇവിടുത്തെ തോട്ടത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര, അതോടൊപ്പം തന്നെ പീരുമേട് സ്കൂളിനടുത്ത് എൻ്റെ ഒരു കസിൻ, അദ്ദേഹം കോഫി ബോർഡ് ഓഫീസറായിരുന്നു. അദ്ദേഹം അവിടെ താമസമുണ്ട്. വൈഫ് സ്കൂളിലെ ടീച്ചറാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ജ്യേഷ്ഠൻ്റെ തോട്ടത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് അവിടെ വളഞ്ഞാക്കാലത്ത് നമ്മുടെ മത്തായിക്കൊക്കയുടെ ഭാഗത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു എന്നാണ്. എന്തായാലും കിട്ടിയ തക്കം കളയാതെ സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയി. വളരെ മനോഹരമായ സീനാണത്. സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ എന്ന പാട്ടാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതെല്ലാം കണ്ടു. അവിടെ നിന്ന് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു MGR പീരുമേട്ടിൽ വരുന്നു എന്നറിയുന്നു. അത്ഭുതം തോന്നി. അങ്ങനെ ആഷ്ലി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ MGRും ജയലളിതയും ചേർന്ന് അന്നമിട്ട കൈ എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ്. അത് പിന്നെ മൗണ്ട് ബംഗ്ലാവിലും നടന്നു. 2 സ്ഥലത്തും മെനക്കെട്ട് പോയി. അന്ന് നടന്നാണ് പോയത്. ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. സ്ഥലങ്ങളിലൊക്കെ നടന്നു പോയി ഷൂട്ടിങ്ങൊക്കെ കണ്ട് സിനിമയോടും പീരുമേടിനോടും അന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു അഗാധമായ ബന്ധം ഉണ്ടായി. ഇവിടുത്തെ ഈ പ്രകൃതിയും ഈ തേയിലത്തോട്ടങ്ങളും ഇവിടുത്തെ തൊഴിലാളികളും എല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ വാഴൂരിൽ നിന്നും പീരുമേട്ടിലെത്താൻ ഇടയായത്. സിനിമയാണ് യഥാർത്ഥ നിമിത്തം. ഞാൻ ഇപ്പോൾ സിഫായുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. നേരത്തെ ആ പദവി വഹിച്ചിരുന്നത് പ്രശസ്ത സംവിധായകൻ വിനയനായിരുന്നു.
ആ സംഘടന AITUC അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. സിനിമ പിന്നണി രംഗങ്ങളിലെ കലാകാരന്മാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് AITUC അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന, സംസ്ഥാനത്തും തമിഴ്നാട്ടിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സിഫ. അപ്പോൾ ഞാൻ ഓർത്തത് സിഫയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണോ എന്നെ വിളിച്ചതെന്ന് എനിക്ക് സംശയം തോന്നിയെങ്കിലും അല്ല. എന്താണ്, പീരുമേടിൻ്റെ MLA എന്ന നിലയിലാണ് എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചത് എന്നതിൽ ഞാൻ അത്ഭുതം കൊള്ളുന്നില്ല. എന്തായാലും ശരി, ഇങ്ങനെ ഇവിടെ വരുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സിനിമാ രംഗത്തെ പ്രശസ്തരായ നിരവധി പേരെ കാണുവാനും പരിചയപ്പെടുവാനും, അതുപോലെ തന്നെ ഭാവിയിൽ ഈ രംഗത്ത് നിലയുറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ടീം ഇവിടെ സജ്ജമാണ്. അതല്ലെങ്കിൽ കുട്ടിക്കാനം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒന്നും അറേഞ്ച് ചെയ്യാൻ ഒരുതപ്പെട്ടവരാരും മുതിരില്ല എന്നുള്ളതാണ് നഗ്ന സത്യം. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അത്ഭുതത്തോടു കൂടിയായിരുന്നു ഒരു കാലത്ത് നോക്കിയത്. ഇപ്പോൾ അത് സർവ്വസാധാരണമാണ്. ഇപ്പോൾ ഇവിടെ നിന്നും ഈ അടുത്ത ദിവസവും ഇവിടെ നിന്നും ഒരു പടം അവിടെ പ്രദർശനത്തിന് എത്തുന്നുണ്ട്, അലസൈ പറവകൾ. അതും എൻ്റെ ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്ന തോട്ടത്തിലെ ഒരു തൊഴിലാളികളുടെ കഥയാണ്, തോട്ടം തൊഴിലാളികളുടെ സമരത്തിൻ്റെ കഥയാണ്. അലസൈ പറവകൾ തമിഴിലും മലയാളത്തിലും എടുത്തിട്ടുള്ളതാണ്. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകളാണ് അതിലെ മുഖ്യ നായിക. ഞാൻ തന്നെ എൻകറേജ് ചെയ്താണ് അവർ ആ പടം പിടിച്ചിട്ടുള്ളത്. ചലച്ചിത്രമേളയിലെ ഒരു പ്രദർശിപ്പിക്കുന്ന ഒരു പടമായിട്ട് അത് സെലക്ട് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്കും അതിയായ സന്തോഷമുണ്ടായിട്ടുണ്ട്. എന്തായാലും ശരി, പീരുമേട്ടിൽ ധാരാളം കലാകാരന്മാരും കലാകാരികളുമുണ്ട്. ഇവിടേക്ക് ധാരാളം പേര് മറ്റ് കേരളത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളിലും പല ഭാഗത്തു നിന്നായിട്ട് ധാരാളം കുട്ടികൾ ഈ രംഗത്ത് താല്പര്യമുള്ളവരും ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും ഈ 8 തൊട്ട് 11 വരെയുള്ള ഈ ദിവസങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ച് ഈ ഫെസ്റ്റിവൽ ഒരു മഹാസംഭവമാക്കി തീർക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you for your words, sir. We are very much delighted to invite Roshi Agustin even in his absence through his virtual presence. Now over to the screen. കുട്ടിക്കാനം മെരീൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്ന 6ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നവംബർ മാസം 8, 9, 10, 11 തീയതികളിലായി കുട്ടിക്കാനം കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നറിയുമ്പോൾ അതിയായ അഭിമാനവും ഏറെ സന്തോഷവും. മാത്രമല്ല, ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം യുദ്ധങ്ങളുടെ പരിണിതഫലങ്ങൾ ഇത്തവണത്തെ വിഷയമായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കലിംഗ 2023 എന്നാണ് മേളയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ. ഈ വർഷത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ഒരു വിഷയമായി ഭവിക്കുമ്പോൾ അതിനേറെ പ്രസക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായി മാറും. രാഷ്ട്രീയവും സിനിമയും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും രാഷ്ട്രീയ ചിന്തകളെ അടയാളപ്പെടുത്താൻ ഇന്ന് സിനിമയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം അത് പ്രതിഫലിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായിട്ടുള്ള വളരെ ആവേശത്തോടുകൂടിയുള്ള സ്വീകാര്യത നേടിയിട്ടുള്ള ഫിലിം കാണാൻ കഴിയുന്നു എന്നുള്ളതുമെല്ലാം അഭിമാനത്തോടെയാണ് നമ്മുടെ രാജ്യത്ത് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ നാളേക്കുള്ള കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ മാധ്യമ പഠന വിഭാഗം കുട്ടിക്കാനം കോളേജ് ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നതിലൂടെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ സ്വീകാര്യതയും കുട്ടികൾക്കുള്ള പഠന വിഷയം അത് കൂടുതൽ ഗ്രഹിക്കുവാനുള്ള അവസരങ്ങളെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് അഭിമാനത്തോടെ നോക്കിക്കാണും. എനിക്ക് നാളത്തെ ഈ വരുന്ന മേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളെല്ലാം വരികയും പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും വരാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഒരു ഹ്രസ്വമായ ഒരു ആശംസ അർപ്പിക്കാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമാണ് കുട്ടിക്കാനം കോളേജ്. കുട്ടിക്കാനം കോളേജിൻ്റെ പ്രവർത്തികളും കുട്ടിക്കാനം കോളേജിലെ വിദ്യാഭ്യാസ രംഗവും അക്കാഡമിക നിലവാരം അതോടൊപ്പം തന്നെ പാഠ്യേതര രംഗത്തെ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അഭിമാനകരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഈ രാജ്യാന്തരമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ഒരു ആശംസ അർപ്പിക്കാൻ കഴിഞ്ഞതിയായ അഭിമാനമുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരുമായ ആശംസകൾ നേരട്ടെ. നന്ദി, നമസ്കാരം.
welcome our administrator, Reverend Father Joseph Pongandanam, a person who has been the mind behind the development of Marian College. It's my privilege to welcome you, Father. യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ അജ്മൽ ജോർജ് പ്രിൻസിപ്പൽ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു പരിധിവരെ എന്നെ വാത്സല്യത്തോടെ കാണുകയും കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് സാമൂഹികപരമായ എല്ലാ കാര്യങ്ങളിലും കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ വരികയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും സ്നേഹമുള്ള ശ്രീ ഫാറൂഖ് സോമൻ സാർ MLA, വേദിയിലിരിക്കുന്ന ബഹുമാന്യതയെ, സ്നേഹമുള്ള ഈ മേളയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ള ഡെലിഗേറ്റ്സ്, പ്രിയപ്പെട്ട കുട്ടികൾ, യുദ്ധത്തിൽ നിന്നും അതിൻ്റെ സന്തോഷങ്ങളിൽ നിന്നും ഒളിമ്പിക്സ് എന്ന കായിക മേഖലയിലേക്ക് ലോകത്തെ ഇനീഷ്യേറ്റ് ചെയ്ത ഗ്രീക്ക് ഫിലോസഫി നമുക്കറിയാം. യുദ്ധം രാജ്യങ്ങളിലും സമൂഹങ്ങളിലും വ്യക്തിജീവിതത്തിലുമെല്ലാം ആ വാക്കിൻ്റെ പല രീതിയിൽ ഉള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം, എൻ്റെ വ്യക്തി ജീവിതത്തിലടക്കം. അതിനപ്പുറത്തേക്ക് അതിനെ ചാനലൈസ് ചെയ്ത് സ്പോർട്സ് ആയിട്ടും ആർട്സ് ആയിട്ടും ഒക്കെ മാറ്റി തീർക്കുന്ന വലിയ കലാകാരന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന അത്ഭുതത്തോടെ നോക്കി കണ്ടുകൊണ്ട് ആ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ഇടയിലായിരിക്കുന്ന ശ്രീ ജോണി ആന്റണിയെ നോക്കിക്കാണുന്നത്. എനിക്ക് എങ്ങനെയോ രഹസ്യമായിട്ട് പറയുകയാണെങ്കിൽ സെമിനാരിയിൽ നിന്ന് ചാടിപ്പോയിട്ടാണ് ആദ്യത്തെ സിനിമ കാണുന്നത്. നാളെ ആരെയും ചാടിപ്പോയിട്ട് സിനിമ കണ്ടെന്ന് എൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞേക്കരുത്. പക്ഷേ അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രം സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഈ അച്ഛന്മാരെല്ലാം എന്നെ സീനിയർ അച്ഛനായിട്ട് അങ്ങ് വെച്ച് വെല്ലിച്ചൻ എന്ന രീതിയിൽ കാണുന്നത് കൊണ്ട് ഇവരെല്ലാം സിനിമയ്ക്ക് പോകുമ്പോഴും ഞാൻ സിനിമയ്ക്ക് പോകാറില്ല. അതുകൊണ്ട് സിനിമ എൻ്റെ ജീവിതത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷെ ഈ ഒരു മാറ്റം, ഹൗ യു പീപ്പിൾ ഡു ഇറ്റ്, ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പേഴ്സണലും സമൂഹപരമായ യുദ്ധങ്ങളെയും എങ്ങനെ ആർട്ടാക്കി മാറ്റുന്നു എന്ന വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ മുമ്പിൽ വലിയ ആദരവോടെ നിൽക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ വ്യക്തി ജീവിതങ്ങളിൽ നമുക്കറിയാം, പേഴ്സണലി സ്പീക്കിംഗ്, ഇൻ മൈ ലൈഫ് CID മൂസ പോലുള്ളൊരു സിനിമ എൻ്റെ ജീവിതത്തിലെ അപ്പോഴത്തെ ആ സാഹചര്യത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും യുദ്ധങ്ങളിലും എത്രമാത്രം സമാധാനമായി തീർന്നു എൻ്റെ ജീവിതത്തിലെന്ന് സാറിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. സോ ദാറ്റ് ഈസ് എ വേ തിങ്സ് ഹാപ്പൻ. അത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നിങ്ങൾ നിർമ്മിക്കുന്ന ഓരോ കലയും എത്ര പേരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന്, അത് സന്തോഷമായും ദുഃഖമായും തീരുമാനങ്ങളായും സാമൂഹ്യമായ പരിവർത്തനങ്ങളായും ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം ചാർലി ചാപ്ലിൻ, എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ആദരവോടെ നാം എല്ലാം നോക്കിക്കണ്ടത്, അയാളിന്റെ സ്വരം ശ്രവിച്ചത്. ഇതാണ് കല, ഇതാണ് സിനിമ. അതുകൊണ്ട് ഈ കുട്ടിക്കാനം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് എല്ലാ ആശംസകളും. ഒരു മാറി നിന്ന് ചിന്തിക്കുന്ന, ഈ കലയോട് വലിയ അടുപ്പമില്ലാത്ത ഒരാളെന്ന നിലയിൽ, പക്ഷേ അതിനെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആശംസിക്കുകയും അതിനുള്ള എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒരു വാക്കുകൂടി, ഇതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ലോജിക്ക് കൊണ്ടാണ് സഭയും പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയും, ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയോളം കലയെ സ്നേഹിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന മറ്റൊരു സമൂഹമോ മതവിഭാഗമോ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോഴും ഞങ്ങൾക്കൊരു നാടക ട്രൂപ്പുണ്ട്, ഒരു ഗാനമേള ട്രൂപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം കലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ വഴിയെ മനുഷ്യൻ നയിക്കപ്പെടുവാനുള്ള മാർഗദർശിത്വം നൽകുവാൻ കാഞ്ഞിരപ്പള്ളി രൂപത തയ്യാറാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ മീഡിയ സ്റ്റഡീസ് ഉള്ളത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് സോവിയറ്റിനെ പോലുള്ള ഒരാളെ ഇങ്ങോട്ട് നൽകിയത് കൊണ്ടാണ്. വലിപ്പം എന്നത് ആപേക്ഷികമാണെന്ന് പറയേണ്ടി വരുമെങ്കിൽ പോലും ഈ കോളേജിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ PGയിൽ പോലും 180 കുട്ടികൾ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. താഴേക്ക് വന്നാൽ 30 പേര് പഠിക്കുന്ന നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷേ വലിപ്പത്തിൽ ചെറുതെങ്കിലും നിങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്ന്
സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, Father, for your encouraging words. It's my privilege to invite Shaji Ambad sir, who is the representative of Chalachitra Academy in Kottayam. He looks after film movement and film societies and campus film societies in Kottayam, Idukki and Pathanamthitta. He is having MPhil in School of Drama in Calicut University. Sir, please share your thoughts. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അജ്മൽ ജോർജ്, പ്രിയപ്പെട്ട ശ്രീ ജോണി ആന്റണി, ബഹുമാനപ്പെട്ട വിജയകുമാർ സാർ, ബഹുമാനപ്പെട്ട പെരുമാട് എം.എൽ.എ. ശ്രീ വാഴൂർ സ്വാമി സാർ, പ്രിയപ്പെട്ട ഫാദർ ജോസഫ്, പ്രിയപ്പെട്ട സോബി അച്ഛൻ, ലിയോ ജെ ജോൺസൺ, ഗൗതം കൃഷ്ണൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ കണ്ണൻ ആറാസ്, ഡെലിഗേറ്റുകളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരെ, സിനിമാ സ്നേഹികളെ, മീഡിയ സ്റ്റഡീസിൻ്റെയും മരിയൻ കോളേജിൻ്റെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, കഴിഞ്ഞ 5 വർഷമായി കിഫുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വർഷവും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം കുറേ കാലങ്ങളായിട്ട് മരീനുമായിട്ടുള്ളൊരു ബന്ധം ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചും വളരെ വലുതാണ്. കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ വളരെ സജീവമായിട്ട് നമ്മുടെ മീഡിയ സെല്ലിൻ്റെ കാര്യം നോക്കാറുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ മീഡിയയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവർക്കും അക്കാഡമിക്കുമൊക്കെ വളരെ സന്തോഷവും അഭിമാനവുമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചെറിയ സന്തോഷം തോന്നാറുണ്ട്. കാര്യം നമ്മളും അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി ഒപ്പം നിന്നതിൽ അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലുകൾ ഒക്കെ തന്നെ ഏറെ ശ്രദ്ധേയമാവുകയാണ്. കാരണം കേരളത്തിലെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ കിഫിലേക്ക് ഡെലിഗേറ്റുകളായിട്ട് ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഈ ഫെസ്റ്റിവലിൻ്റെ വളർച്ചയുടെ വലിയ ഒരു മാതൃകയാണ്. ഇനിയിപ്പോൾ അടുത്തുള്ളത് നമുക്കിപ്പം ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു ഫെസ്റ്റിവലായിട്ട് ഇത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമ്മുടെ മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ക്യാമ്പസിൽ നിന്ന് ഒരു മികച്ച ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി, ഒരു ഫീച്ചർ ഫിലിം നിർമ്മിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള കഴിവും സാങ്കേതികമായിട്ടുള്ള സംവിധാനവും നമ്മുടെ മീഡിയ സ്റ്റഡീസിന് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ നമ്മുടെ ഒരു സിനിമയിലേക്കുള്ള, ഒരു സിനിമാ നിർമ്മാണത്തിലേക്കുള്ള മരിയൻ്റെ പോക്ക് ഏറെ ആഗ്രഹത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതിന് ഇനി സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ഞാൻ ഉറപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെയും എൻ്റെയും ആശംസകൾ ഈ ഫെസ്റ്റിവലിന് വേണ്ടി നേർന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. I welcome Media Talkies Film Society President Hari Krishnan on the stage and share your thoughts.
സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സംവിധായകനും സിനിമാ നടനുമായ ജോണി ആന്റണി സാർ, പീരുമേട് MLA വാടൂർ സോമൻ സാർ, മരീൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിമോൻ ജോസ, അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ ജോസഫ് പൊങ്ങന്താനം, പ്രൊഫസർ M. വിജയകുമാർ സാർ, കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി കോട്ടയം റീജിയണൽ കോർഡിനേറ്റർ ഷാജി അമ്പാട് സാർ, കോളേജ് ചെയർപേഴ്സൺ ലിയോ ജെ ജോൺസൺ, മറ്റ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. കാലാകാലങ്ങളായിട്ട് സ്ക്രീനും പ്രൊജക്ടറുമൊക്കെ മലമുകളിൽ കൊണ്ടുപോയി അവിടുത്തെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഫിലിം സ്ക്രീനിങ്സ് നടത്തുന്ന പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ചരിത്രമുള്ള ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും അതേപോലെ ചലച്ചിത്ര മേളകളും സംഘടിപ്പിക്കുന്ന ഈ അക്കാദമിയും കൊളാബ് ചെയ്യുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ, അത് ഈ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റും ആ പാരമ്പര്യങ്ങളുടെ ഭാഗമാകുന്ന കുട്ടിക്കാനം വീഡിയോ സ്റ്റോക്കീസ് ഫിലിം സൊസൈറ്റിയും ഇത് ഓർഗനൈസ് ചെയ്യുന്നു. ഇതുപോലെയുള്ള ഫിലിം ഫെസ്റ്റിവലിന് പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരു വലിയൊരു അജണ്ടയും ആശയവും രാഷ്ട്രീയവും ഉണ്ട്. നേരത്തെ ജോണി ആന്റണി സാറ് പറഞ്ഞതും വാടൂർ സോമൻ സാറ് പറഞ്ഞതും ഞാൻ ആവർത്തിക്കുകയാണ്. ഇതേപോലെയുള്ള ഫിലിം ഫെസ്റ്റിവൽ നാളെ ഒരു ഫിലിം മേക്കറെ സൃഷ്ടിക്കുവാൻ വലിയൊരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. Dear Chairman Leo J. Johnson, we are delighted to invite you to grace this event with your presence and share your valuable insights with all of us. സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സംവിധായകൻ സിനിമാന്തരൻ ജോണി ആന്റണി സാർ, പീരുമേട് MLA വാടൂർ സോമൻ സാർ, മരീൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അജിമോൻ ജോസ് സാർ, റവറൻഡ് ഫാദർ ജോസഫ് പൊങ്ങന്താനം അച്ഛൻ, മറ്റ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നമ്മുടെ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഹരികൃഷ്ണൻ, എല്ലാവർക്കും എൻ്റെ നന്ദി, എൻ്റെ സ്വാഗതം ഞാൻ അറിയിക്കുകയാണ്. ഓരോ ചലച്ചിത്രമേളകളും ഓരോ ആഹ്വാനങ്ങളാണ്. അധികാരത്തിൻ്റെ വിലക്കുകളിൽ ബന്ധിക്കപ്പെട്ട നാവുകളെ സ്വതന്ത്രമാക്കുവാനും അരികുവൽക്കരിക്കപ്പെട്ട കുറേ ജനങ്ങൾക്ക് അവരുടെ ശബ്ദമാകുവാനുമുള്ള ഒരു ആഹ്വാനമാണ് ഓരോ ഫിലിം ഫെസ്റ്റിവലും. അങ്ങനെ നാം പ്രത്യാശിക്കുന്ന മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ നമ്മുടെ ഈ ചലച്ചിത്രമേളയ്ക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടക്കത്തിൽ നമ്മുടെ ജോണി ആന്റണി സാർ പറഞ്ഞതുപോലെയും വാടൂർ സോമൻ സാർ പറഞ്ഞതുപോലെയും നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ കോർഡിനേറ്ററായ ഹരികൃഷ്ണൻ പറഞ്ഞതുപോലെയും ഒരു ചലച്ചിത്രമേള നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംഘടിപ്പിക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഒരു തിരുവനന്തപുരത്തോ എറണാകുളത്തോ നടത്തുന്നത് പോലെയല്ല ഈ ഇടുക്കി ജില്ലയുടെ ഒരു പ്രാന്തപ്രദേശമായ കുട്ടിക്കാനത്ത് ചെന്നൈയിൽ നിന്ന് വരെ ഇത്രയധികം ഡെലിഗേറ്റ്സ് സിനിമയെ പ്രേമിച്ച് നിങ്ങളിവിടെ കടന്നു വന്നുവെങ്കിൽ ഈ കുട്ടിക്കാനം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ 6ാമത്തെ പതിപ്പിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ അതാണ്. കാരണം ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിന് ആർക്കും കടന്നു വരാവുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ ഒരു കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കടന്നു വന്നെങ്കിൽ അത് നിങ്ങൾക്ക് സിനിമയോടുള്ള നിങ്ങളുടെ അടങ്ങാത്തൊരു ഭ്രാന്ത്, നിങ്ങളുടെ ഒരു അഭിനിവേശമാണ് കാണിക്കുന്നത്. ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് നിങ്ങളിൽ ഒരു നല്ലൊരു സംവിധായകനെ, നല്ലൊരു തിരക്കഥാകൃത്തിനെ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഞങ്ങൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നത്. കൂടുതലായി ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ, ഇത്രമാത്രമേ പറയുന്നുള്ളൂ. ആ മാറ്റത്തിന്റെ പതാകവാഹകരാകുവാൻ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ കാരണമാകുന്നുണ്ടെങ്കിൽ ഈ ചലച്ചിത്ര പ്രേമികളെ ഞങ്ങൾ അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അധികമായി ദീർഘിപ്പിക്കുന്നില്ല. കേവലം ഒരു കൂട്ടമാകാതെ മാറ്റത്തിന്റെ പതാകവാഹകരാകുവാൻ ഈ ഓരോ ചലച്ചിത്ര പ്രേമികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മരീൻ കോളേജിന്റെ ചെയർമാൻ എന്ന നിലയ്ക്കും ഈ ഫെസ്റ്റിവലിന്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്കും നിങ്ങളെ ഏവരെയും ഞാൻ ആശംസിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. Now we are moving to deliver our token of gratitude and love, inviting our gift convener and censor to hand over memento to our dearest Johnny Anthony sir. Thank you. Inviting our gift student coordinator Sri Devi Srinivasan to hand over memento to Varu Soman sir. Inviting our assistant professor Carmel Miss to hand over memento to our dear principal professor Dr. Ajimon Josh.
Assistant Professor Savitha Ma'am to hand over memento to our dear Reverend Father Joseph Pongantaram. No duty is urgent than that of returning thanks. So I welcome our head of department, Father Sobi, for the vote of thanks. സിനിമ സ്വാഗതത്തിൻ്റെ 6ാമത്തെ പതിപ്പ് കലിംഗ 2023 ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഈ കോളേജിൻ്റെ തലവൻ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് സാർ, ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന ജോണി ആന്റണി സാർ, ഞങ്ങളുടെ ഇത് പ്രോഗ്രാം വിളിച്ചാൽ ഏറെ സ്നേഹത്തോടെ ഓടിയെത്തുന്ന, ഇന്ന് ഒത്തിരി തിരക്കുണ്ടായിട്ടും ഓടിവിടെത്തി ഇത്ര നേരം ഇവിടെ സമയം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട ശ്രീ വാഴൂർ സോമൻ സാർ, കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് പൊങ്ങന്താനം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ഡയറക്ടർ പ്രൊഫസർ എം വിജയകുമാർ സാർ, ശ്രീ ഷാജി അമ്പാട്ട് സാർ, മെഡിയോസ്റ്റോക്കീസ് ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഹരികൃഷ്ണൻ സിയർ, ഞങ്ങളുടെ കോളേജിൻ്റെ ചെയർപേഴ്സൺ ലിയോ ജെ ജോൺസൺ, ഫിലിം ക്ലബ്ബ്, ഇവിടെ ഒരു ഫിലിം ക്ലബ്ബ് കൂടി പ്രവർത്തിക്കുന്നുണ്ട്, ഫിലിം ക്ലബിൻ്റെ പ്രസിഡന്റ് ഗൗതം കൃഷ്ണ, ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെ, അതോടൊപ്പം തന്നെ സിനിമ ആസ്വാദനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, നന്ദി പറയുക എന്നത് വലിയൊരു ചടങ്ങാണ്. ഒരുപാട് നീട്ടി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം തരാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ എങ്ങനെ തുടങ്ങി എന്നുള്ളത് 2017 നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത്. 2017 ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുമ്പോൾ ആ വർഷം തന്നെയായിരുന്നു കേരളം അതിൻ്റെ 60ാമത്തെ പിറന്നാളും ആഘോഷിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരള ലളിതകലാ അക്കാദമിയുമായിട്ട് ചേർന്ന് കേരളം അറ്റ് 60 എന്ന പേരിൽ 60 ചിത്രകാരന്മാരെ ഒരുമിച്ച് കൂട്ടി. അതോടൊപ്പം തന്നെ 15ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒരുമിച്ച് കൂട്ടി ആദ്യ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ കുട്ടിക്കാനം മരിയൻ കോളേജിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു എന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. 2017 തന്നെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നമുക്കിവിടെ തുടങ്ങണം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗമായി തുടങ്ങണം. കാരണം ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ മറ്റു കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം ഇങ്ങനൊരു പ്രോഗ്രാം കേരളത്തിൽ ഒരിടത്തുമില്ല. കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് നമ്മുടെ തന്നെ സിലബസിൽ, സ്വന്തം സിലബസിൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ആരംഭിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരിടത്തും ഇങ്ങനൊരു സിലബസിൽ ഈ ഒരു പ്രോഗ്രാം ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാകണം എന്നുള്ള ചിന്തയിലാണ് ആദ്യ ഫിലിം ഫെസ്റ്റിവൽ 2017 തന്നെ ആരംഭിക്കുന്നത്. ഓരോ ഫിലിം ഫെസ്റ്റിവലും ഏറ്റവും മനോഹരമായി നടക്കുവാനായി ഫിലിം ഫെസ്റ്റിവലിന് ഓരോ തീം ബേസ്ഡ് ആയിരിക്കണം എന്ന് അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ 2017 പ്രകൃതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട സിനിമകൾ അവതരിപ്പിക്കുന്ന മൽഹാർ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീ രഞ്ജൻ എബ്രഹാം സാർ എഡിറ്ററായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. 2018 സെൻസർഷിപ്പ് ഇഷ്യൂസ് നേരിടുന്ന സിനിമകളെ കുറിച്ചുള്ള ചിത്രമായിരുന്നു കത്രിക എന്ന പേരിൽ നടത്തപ്പെട്ടത്. 2019 വർണ്ണവർഗ വിവേചനത്തെ ചിത്രീകരിച്ച സിനിമകൾ ചാപ്പ എന്ന പേരിൽ ഇവിടെ നടത്തപ്പെട്ടു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2021 പ്രശ്നങ്ങൾക്കൊടുവിൽ തീരത്തണയുന്ന ജനതയുടെ ചിത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തീരം എന്ന പേരിൽ സിനിമ ഫെസ്റ്റിവലുകൾ നടന്നു. കഴിഞ്ഞ വർഷം സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിര എന്ന പേരിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടന്നു. ഈ വർഷം നമ്മൾ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ കലിംഗ എന്ന പേരിൽ, കലിംഗ യുദ്ധത്തെ ഓർത്തുകൊണ്ട് കലിംഗ എന്ന പേരിൽ നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ ക്രമീകരിച്ചു.
പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ പേര് വരെ നിശ്ചയിച്ചതും തീം നിശ്ചയിച്ചതും. എന്തോ യാദൃശ്ചികമായിട്ട് അതിനുശേഷം വലിയൊരു യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇന്ന് കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറച്ച് കുട്ടികളാണ് ഇതിന്റെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള. ആകെ 43 പേരാണ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു വലിയ നേതൃത്വത്തിൽ ഈ കുട്ടികൾ IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ പങ്കെടുക്കുന്നവരാണ്. IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് അതേ തലത്തിൽ അതിന് ചെറിയൊരു പതിപ്പായിട്ട് അതിന്റെ മാത്രം നമുക്ക് അത്രമാത്രം ഒരുപാട് കുറവുകളും പോരായ്മകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന വണ്ണം ഒരു ഫിലിം ഫെസ്റ്റിവൽ ഈ ഇടുക്കി ജില്ലയില് മറ്റുള്ളവരൊക്കെ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കും മാറ്റി നിർത്തുന്ന ഇടുക്കിയിലേക്കോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ജില്ല. പക്ഷെ ഇവിടെ സിനിമ ആസ്വദിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഇവിടെ കുമളിയിലും കട്ടപ്പനയിലും ഒക്കെ ഫിലിം സൊസൈറ്റികളുണ്ട്, മുണ്ടക്കയത്തെ ഫിലിം സൊസൈറ്റികളുണ്ട്. അവിടുത്തെ പ്രവർത്തകരൊക്കെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം ചേർത്തുകൊണ്ട് ഇവിടെ പല ഫിലിം ഫെസ്റ്റിവലുകൾക്കും നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ ആരംഭിച്ച ഫിലിം ഫെസ്റ്റിവലാണ് ഇന്ന് ഏറ്റവും കുറേയധികം ആഘോഷങ്ങളോടുകൂടി മാസ്റ്റർ ക്ലാസ്സോടുകൂടി ഓപ്പൺ ഫോറത്തോടുകൂടി ഈ വർഷം ഏറ്റവും മനോഹരമായിട്ട് നടത്തപ്പെടുക. 2018 നമ്മുടെ മെഡിയോ സ്റ്റോക്കീസ് ഫിലിം സൊസൈറ്റി ഇവിടെ ആരംഭിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് അത് കൊണ്ടുവന്ന് അങ്ങ് രജിസ്റ്റർ ചെയ്തു. തീർച്ചയായിട്ടും ഇങ്ങനെ തുടങ്ങിയ ഒരു ഫിലിം സൊസൈറ്റി ഫിലിം ഫെസ്റ്റിവലിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇൻട്രൊഡക്ഷൻ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാമിനെ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ കോളേജിന്റെ തലവൻ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് സാർ എപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട് വളരെയധികം സ്നേഹവും കരുതലും പുലർത്തുന്ന വ്യക്തിയാണ്. എപ്പോഴും സാർ ചോദിക്കും എന്തായി പരിപാടികൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. പോരായ്മകളുള്ളപ്പോൾ കൃത്യമായ തിരുത്തലുകൾ നൽകും. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന നന്മകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ സാർ ഒരിക്കലും വൈമുഖ്യം കാണിക്കാറില്ല. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വളർച്ചയ്ക്ക് അജിമോൻ സാർ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ സ്നേഹത്തോടുകൂടി ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഞങ്ങൾ സാറിന് ആത്മാർത്ഥമാണ് നന്ദി അറിയിക്കുന്നു. ശ്രീ ജോണി ആന്റണി സാർ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഇന്ന് ഞങ്ങളുടെ ഈ കൊച്ചു ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് വലിയ മനുഷ്യനായ അങ്ങ് ഇവിടെ കടന്നു വന്നു എന്നുള്ളത് അങ്ങയുടെ ലാളിത്യത്തിന്റെ പ്രതീകമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പലരെയും അങ്ങനെ ചിന്തിച്ചു ആര് വേണം നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്. എല്ലാവരും വേഗമനസ്സോടുകൂടി പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ജോണി ആന്റണി സാർ. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ അത് അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ജസ്റ്റിസ്റ്ററാണ് ഇതിനെ പറ്റിയാണ് സാറിനെ വിളിക്കാൻ. അതുകൊണ്ട് ഓടിപ്പോയി ജസ്റ്റിസ്റ്ററിന്റെ അടുത്തിരുന്ന് അന്നേരം തന്നെ കുത്തി വിളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അടുത്തിരിപ്പുണ്ടായിരുന്നു സാറിനെ വിളിച്ച സമയത്ത്. വലിയ മനസ്സോടുകൂടി ഇങ്ങോട്ട് വരാനായിട്ട് മനസ്സ് കാണിച്ചു സാർ. അദ്ദേഹം സാറിന്റെ വാക്കുകളിലെ നർമ്മം തീർച്ചയായിട്ടും ഞങ്ങൾക്കേറെ സന്തോഷകരമായിരുന്നു. അതോടൊപ്പം തന്നെ സാറിന് ഈ കുട്ടിക്കാലം പുതുതല്ല എന്നറിയാം. പല സിനിമകളുടെ ഷൂട്ടിങ്ങിന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള CSI പള്ളിയിലാണ് ജോസഫിലെ രംഗം അങ്ങ് അതിൽ പങ്കുചേർന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രദേശം അങ്ങേക്ക് പുതുതല്ല. അങ്ങ് നൽകിയ വാക്കുകൾക്ക് ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഇനാഗുറേറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട ഷാഹിദ് കബീർ സാറാണ്. അദ്ദേഹത്തിന് ആ ഫിലിം ഫെസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഫിലിം ബെസ്റ്റ് റൈറ്റർ അവാർഡും കേന്ദ്ര സാഹിത്യ ചലച്ചിത്ര അക്കാദമിയുടെ ബെസ്റ്റ് റൈറ്റർ അവാർഡും ലഭിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് അങ്ങേക്കൊരു തുടക്കമാകട്ടെ. ഈ വർഷം തന്നെ നല്ലൊരു അവാർഡ് ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ സാർ ഇവിടെ എത്താമെന്ന് അറിയിച്ചിരുന്നതാണ്. ഒരു എന്തൊക്കെ തിരക്കുകളിലും വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് മന്ത്രിമാര് കേരളീയം പ്രോഗ്രാമിൽ എല്ലാ ജില്ലകളിലും പങ്കെടുക്കുന്നത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന് പോകേണ്ടി വന്നു. കഴിഞ്ഞ ദിവസവും സംസാരിച്ച വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് വരാതിരുന്നത്. എങ്കിലും ഒരു മെസ്സേജ് അദ്ദേഹം നൽകാൻ മനസ്സ് കാണിച്ചു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം.
പാഠപുസ്തകൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ട് മറ്റു വാഹനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മലയോര മേഖലയെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരത്തേക്ക് ജീപ്പിൽ യാത്ര ചെയ്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ MLA സാറിന് ഞാൻ ചോദിച്ചു, സാറെ വണ്ടി വിടണോ പറഞ്ഞത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല സാർ, ഞാനിവിടെ സമയത്ത് എത്തിക്കോളാം. രാവിലെ 4 പ്രോഗ്രാം ഉണ്ട്, 4ാമത്തെ പ്രോഗ്രാമാണ്. 3 പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇന്ന് സമയത്ത് തന്നെ അദ്ദേഹം ഓടി ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും സാർ നൽകിയ ഈ വലിയ കരുതലിന്, ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് പൊങ്കനാഥൻ എൻ്റെ ഒരു ജ്യേഷ്ഠന് തുല്യമാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും അകമൊഴിഞ്ഞ സപ്പോർട്ട് ജോസഫ് അച്ഛൻ നൽകാറുണ്ട്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും, ഇവിടെ ഈ നിങ്ങൾ കാണുന്ന ഈ കോളേജിന്റെ മനോഹാരിത അച്ഛൻ്റെ സ്വപ്നങ്ങളുടെ ഭാഗമാണ്. അച്ഛൻ്റെ ഒരു കൊളാബറേറ്റീവ് സ്റ്റൈലാണ്. അച്ഛൻ എന്ത് ചെയ്താലും എല്ലാവരോടും ആലോചിച്ച് ഉള്ള ഒരു ശൈലിയാണ്. ഞങ്ങൾക്കെല്ലാം അതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ജോസഫ് അച്ഛ അങ്ങ് വന്നതിനും അതോടൊപ്പം ഞങ്ങൾക്ക് നൽകിയ സന്ദേശത്തിനും ആത്മാർത്ഥമായി ഡിപ്പാർട്ട്മെന്റ് പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. പ്രൊഫസർ M. വിജയകുമാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാണ്. കഴിഞ്ഞ ഈ ഡിപ്പാർട്ട്മെന്റ് തുടക്കം മുതൽ സാർ പലതവണ ഇവിടുന്ന് മാറണം പോകണം എന്നൊക്കെ ചിന്തിച്ചിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എല്ലാ ആഴ്ചയിലും യാത്ര ചെയ്ത് ഈ പ്രായത്തിലും സാർ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വരുന്നുണ്ട്. സാറിനൊരു മടിയില്ല, അതിന് എല്ലാ ആഴ്ചയിലും യാത്ര ചെയ്ത് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഓടിയെത്തി. അത്രമാത്രം വലിയ കരുതൽ അച്ഛൻ സാറിന്റെ സ്വപ്നത്തിന്റെ ഭാഗമാണ്. ശരിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയപ്പോൾ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. പക്ഷെ സാറിന്റെ സ്വപ്നത്തിന്റെ ഭാഗമാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ തന്നെ. അതോടൊപ്പം തന്നെ സാറിനെ ഞങ്ങൾ വിളിക്കുന്നത് ഒരു ലിവിങ് എൻസൈക്ലോപീഡിയ എന്നാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സാറിന് അറിവുണ്ട്. മീഡിയ മേഖലകളിൽ പഠിക്കുന്ന ഒരു 70% എബോ ആൾക്കാരും സാറിന്റെ ശിഷ്യരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തരെ ഇവിടെ ക്ലാസ്സുകൾക്ക് വിളിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ബഹുമാനപ്പെട്ട വിജയകുമാർ സാർ ഈ വേദിയിൽ അങ്ങേ ആദരിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ ഷാജി അമ്പാട്ട് സാർ, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ കോട്ടയം റീജിയണൽ സെക്രട്ടറിയാണ്. സാറിന്റെ ഒരു ഇനീഷ്യേറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫിലിം സൊസൈറ്റി തുടങ്ങാൻ തന്നെ കാരണമായത്. ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്നാണ് ആ ഫോം ഫില്ല് ചെയ്യാനൊക്കെ തുടങ്ങിയത്, ഇത് അക്കാദമിയിലേക്ക് കൊടുക്കാനൊക്കെ. അപ്പോൾ സാറിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഫിലിം സൊസൈറ്റി തുടങ്ങാൻ. ഇന്ന് ആ ഫിലിം സൊസൈറ്റി വളർന്നു, അതിന് ഭാരവാഹികളുണ്ട്. ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ പോയി നമ്മൾ സൗജന്യമായിട്ട് സിനിമ പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റ് ലയങ്ങളിൽ കൊണ്ടുപോയി സിനിമകൾ നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന് സാറിനും അഭിമാനിക്കാം. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തന്നെ ഫിലിം ഫെസ്റ്റിവലിന് സാർ അവിടെ എത്തിയിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സാറിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സാറിനോടൊപ്പം എത്തിയിരിക്കുന്ന കണ്ണൻ RS, കണ്ണൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പുറത്തേക്ക് വന്നു. അപ്പൊ കണ്ണനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ സന്ദേശം അറിയിച്ച ചെയർമാൻ ലിയോ, അതോടൊപ്പം തന്നെ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഹരി, അതോടൊപ്പം തന്നെ ഗൗതം, ഫിലിം ക്ലബിന്റെ പ്രസിഡന്റ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി പറയാനായിട്ട് എനിക്ക് ഞാൻ മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട 2 പേര് ഇവിടെയുണ്ട്. ഒന്ന് സിസ്റ്റർ ജെസ്സിയും ഒന്ന് സിസ്റ്റർ മോളിയാണ്. ജെസ്സി സിസ്റ്ററിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സിസ്റ്ററിന്റെ ഇനീഷ്യേറ്റീവിലാണ് ജോണി സാർ ഇവിടെ വരാനായിട്ട് കാരണമായത്. നമ്മളൊക്കെ പ്രിയപ്പെട്ട സിനിമ വർണ്ണപ്പകിട്ട് എന്ന സിനിമ അതിന്റെ പ്രൊഡ്യൂസ് ചെയ്തതും അതിന്റെ കഥ എഴുതിയതും സിസ്റ്ററിന്റെ സഹോദരൻ ജോക്കുട്ടനാണ്. സാറിന്റെ നിത്യത്തിലായിരിക്കുന്നത് സാറിനെ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. സിസ്റ്ററും മോളി സിസ്റ്ററും 2 പേരും ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ പ്രോഗ്രാം പങ്കെടുക്കാൻ അവർ കാണിച്ച വലിയ മനസ്സിന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ സമയം പ്രത്യേകമാണ് നന്ദിയോടെ ഓർക്കുന്നത് ചലച്ചിത്ര അക്കാദമിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ അധികമായിട്ട് ചലച്ചിത്ര അക്കാദമി വളരെയധികം നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു. 2 മാസ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ ഈ വർഷം ക്രമീകരിച്ചിട്ടുണ്ട്. ലിയോ ബേബിയെ ആണ് ഒരു മാസ്റ്റർ ക്ലാസ്സിന് എത്തുന്നത്. അദ്ദേഹത്തിന് ഇതിലേക്ക് നമ്മൾ എത്തിച്ചത് ചലച്ചിത്ര അക്കാദമിയാണ്. അക്കാദമിയോടുള്ള നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു.
അതോടൊപ്പം തന്നെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ. സാധാരണഗതിയിൽ നമ്മൾ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഒരു മാസ്റ്റർ ക്ലാസ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയാണ്. സണ്ണി ജോസഫ് സാറാണ് മാസ്റ്റർ ക്ലാസ് നയിക്കുന്നത്. സാറോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നതിന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ കോ സ്പോൺസർ ആയിട്ടുള്ളത് അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. കോളേജിന് ഭാരവാഹികള്, അതുപോലെ തന്നെ മാത്യു പായിക്കാട്ടച്ചൻ നമ്മുടെ പ്രോഗ്രാമിന് കോ സ്പോൺസറായിട്ട് വന്നു. അച്ഛനെയും അതോടൊപ്പം തന്നെ കോളേജിനെയും, അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഓഡിയോ പാർട്ട്ണർ ആയിട്ടുള്ള റേഡിയോ 90 FM, കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്ന റേഡിയോ 90 FM അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അമൽജ്യോതി കോളേജിനോടും റേഡിയോ 90 FM-നോടുമുള്ള നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇനിയുള്ളത് ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിസിപ്പൻസ് ആണ്. ഇവരിൽ നിന്നും ഒട്ടും കുറവല്ല, പുറകിലില്ല നിങ്ങൾ. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അച്ഛന്മാര് CBSE-യോട് എത്തിച്ചേർന്നിട്ടുണ്ട്, അധ്യാപകരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾ, മറ്റു ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ സിനിമ ആസ്വദിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളും മറ്റ് പ്രിയപ്പെട്ടവരും, മുതിർന്ന ഒരുപാട് സിനിമ ആസ്വാദകരോട് എത്തിച്ചേർന്നുള്ളതിൽ ഏറെ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ ഈപ്പൻ സാറിന്റെ നേതൃത്വത്തിൽ, ഇവിടെ ഉണ്ടായിരുന്ന ഈപ്പൻ സാറിന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നിന്നും 14 പേര് ഇവിടെ എത്തിച്ചേർന്നവരെ ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. സോ റിയലി ഐ താങ്ക് ഈപ്പൻ സാർ ഫോർ ബ്രിങ്ങിങ് ദം ഹിയർ. സോ താങ്ക് യു സോ മച്ച് ഈപ്പൻ സാർ ആൻഡ് ടീം. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നല്ലൊരു സിനിമ ആസ്വാദനം ഈ വരുന്ന 3 ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sobiacha. Our official function comes to end.